ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറേ പൈത്തനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. സോ അതിൽ ടോക്കൺസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത്. സോ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുക. സോ എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിംബൽസ് ഇൻ പൈത്തൺ ദാറ്റ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ആൻഡ് വാല്യൂസ്. They help us to do calculations, compare values, combine conditions, and manipulate data. സോ ഒന്നുമില്ല. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു കോഡിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് കോഡിങ്ങിൻ്റെ മെയിൻ സത്ത അല്ലെങ്കിൽ മെയിൻ കോർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ലോജിക്കൽ കാൽക്കുലേഷൻസും ഒക്കെയാണ്. സോ ഇവയൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒബ്വിയസ്ലി ഒരു ഓപ്പറേറ്റേഴ്സ് വേണം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വേണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. ഓൾറെഡി അത് ഇൻബിൽഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പൈത്തണിൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതുപോലെ തന്നെ പൈത്തണിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇവ ഉപയോഗിക്കുന്ന എന്തിനാണ്? വാല്യൂസ്, വേരിയബിൾസ് ഒക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ, ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവ മെയിൻലി നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും, വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും, കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. മാനിപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റ്, മോഡിഫിക്കേഷൻ, ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് പൈത്തണിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. A=10, B=5, പ്രിന്റ് A+B. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എ എന്ന് പറയുന്നത് 10 എന്ന വാല്യൂ എയിലേക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. 5 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ബിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന ആക്ച്വലി ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതിന് നമ്മളൊരു ലോജിക്കൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ, അല്ലേ? അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കാൽക്കുലേഷൻ ആണ്. സോ അതേമാതിരി A+B എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അവിടെ ഒരു അഡീഷൻ നടത്തി, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടത്തി. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച ഓപ്പറേറ്ററാണ് പ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇവയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് കൂടാതെ വേറെയും ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. മാത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. എന്താണ്? മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഫ്ലോർ ഡിവിഷൻ ആൻഡ് എക്സ്പോണൻസിയേഷൻ. അപ്പോൾ അവിടെ പ്ലസ് മൈനസ് എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ട് നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഒരു കോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ A*B എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് എന്ത് ചെയ്തു? 15ഉം 4ഉം കൂടി ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഔട്ട്പുട്ട് കിട്ടിയത് 60 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാഗിക്കുക, അല്ലെ? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ഡിവൈഡ് ബൈ 4 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3.75 ആണ് വാല്യൂ കിട്ടുന്നത്. അത് കഴിഞ്ഞ് മോഡുലസ് എന്തിനായിരിക്കും ഉപയോഗിക്കുക? നമുക്ക് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടാണ്, ശിഷ്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് യൂസ് ചെയ്യുക. A mod B എന്ന് പറയുമ്പോഴത്തേനും ഈ 15 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ടാണ് 3 കിട്ടിയേക്കുന്നത്. ഫ്ലോർ ഡിവിഷൻ ആണെങ്കിലോ നമുക്ക് കോഷ്യന്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്, ഡെസിമൽ പാർട്ട് ഇല്ലാതെ കോഷ്യന്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോർ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 3.75 ആണ് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3 മാത്രമായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഡെസിമൽ പാർട്ട് റിമൂവ് ചെയ്യും. എക്സ്പോണൻസിയേഷൻ ആണെങ്കിലോ, അതായത് നമ്മൾ റേസ് ടു പറയില്ലേ, A⁻B എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ 15⁻4 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 50625 എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ മെയിൻലി ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്ത പാർട്ടിലോട്ട് പോവാം. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസൈൻ വാല്യൂസ് ടു വേരിയബിൾസിലേക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കേ.
നോർമൽ ഈക്വൽ ടു ആണ് കൊടുത്തേക്കുന്നത്. നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോർമൽ ഈക്വൽ ടു എന്ന് പറയുന്നത്. സിംഗിൾ ഈക്വൽ ടു അല്ല. രണ്ടാമത്തെ എന്താണ്? പ്ലസ് ഈക്വൽ ടു. എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അതായത് നമ്മളത് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആണ്. ഇപ്പം നിലവിൽ എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു രണ്ടും കൂടെ ആഡ് ചെയ്ത് റീ അസൈൻ ചെയ്യുന്നു വാല്യൂ അല്ലെ. എക്സിന്റെ വാല്യൂ വീണ്ടും നമ്മൾ മറ്റൊരു വാല്യൂവിലേക്ക് റീ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 3. പ്രിന്റ് ഇനിഷ്യൽ എക്സ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വാല്യൂ എത്ര ആയിരിക്കും? 10 അല്ലേ എക്സിന്റെ. അതിനുശേഷം എക്സ് പ്ലസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നാണ് അർത്ഥം. അപ്പൊ എന്ത് കിട്ടും? എനിക്ക് ഔട്ട്പുട്ട് എക്സും വൈയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക, 13. അതേപോലെ എക്സ് മൈനസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എനിക്ക് എന്ത് കിട്ടും? 10 മൈനസ് 3, അപ്പോൾ 3, അപ്പൊ 10 കിട്ടും. അതേപോലെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മോഡുലസും കൊടുത്തിട്ടുണ്ട്. മോഡുലസ് ഒന്ന് നോക്കിയേ എങ്ങനെയാ? എക്സ് മോഡുലസ് ഈക്വൽ ടു വൈ, വിച്ച് മീൻസ് എക്സ് ഈക്വൽ ടു എക്സ് മോഡുലസ് വൈ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് 10 ഡിവൈഡ് ബൈ 3 കൊടുക്കുമ്പോൾ ശിഷ്ടം വരുന്നത് 1 ആണെന്ന് തോന്നുന്നു. യെസ്, 1 ആണ്. അങ്ങനെ ഔട്ട്പുട്ട് എനിക്ക് 1 കിട്ടി. അതേപോലെ കണ്ടിന്യൂസ്ലി റിമൈനിങ് തിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ദ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയുന്നതിനെ. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂസ് ടു കമ്പയർ ടു വാല്യൂസ് ആൻഡ് റിട്ടേൺ എയ്തർ ട്രൂ ഓർ ഫോൾസ്. നമുക്ക് രണ്ട് വാല്യൂസ് തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺ നടത്തണം എന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ യൂസ് കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഇവിടെ എയും ബിയും ഉണ്ട്. എ 15ഉം ബി 10ഉം ആണുള്ളത്. നോർമൽ സിംഗിൾ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്ന പോലെ അതിനോട് ഇന്നത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഡബിൾ ഈക്വൽ ടു. എന്താണ് ഡബിൾ ഈക്വൽ ടു? നമ്മൾ ഇവിടെ കമ്പാരിസൺ ആണല്ലോ ചെയ്യുന്നത്. ഇതത് എ എന്ന് പറയുന്നത് ബിയോട് ഈക്വൽ ആണോ? സോ അത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. നമുക്ക് ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് എപ്പോഴും കിട്ടുന്നത് ബൂലിയൻ വാല്യൂസ് ആയിരിക്കും കിട്ടുക. ആണോ അല്ലയോ, യെസ് ഓർ നോ, ഫോൾസ് ഓർ ട്രൂ. ഓക്കെ. പ്രിന്റ് നോട്ട് ഈക്വൽ ടു. എന്താണ് നോട്ട് ഈക്വൽ ടു എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു ബി അല്ലെ. എ എക്സ്ക്ലമേറ്ററി ഈക്വൽ ടു ബി, വിച്ച് മീൻസ് എ എന്ന് പറയുന്നത് ബിനോട് ഈക്വൽ അല്ല എന്നുള്ളതാണ്. അത് അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ വരും, ആണെങ്കിൽ യെസ് ഫോൾസ് വരും. സോ അടുത്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി യു ഗൈസ് നോ റൈറ്റ്. എ എന്ന് പറയുന്നത് ബിനേക്കാളും വലുതാണോ? അതുപോലെ എ എന്ന് പറയുന്നത് ബിനേക്കാളും ചെറുതാണോ? അതിന് ലെസ് ദാൻ. അതുപോലെ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി ആണോ? അതായത് അല്ലെങ്കിൽ പിന്നെ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ബി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബാക്കിയുള്ള റിമൈനിങ് തിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പോവാം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലേക്ക്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു കമ്പൈൻ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. എന്താണ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് നോക്കാമേ. ആൻഡ് ഓപ്പറേറ്റർ നമ്മൾ ഫിസിക്സിലൊക്കെ ഇത് പണ്ട് പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഓർ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് നോക്കാം. റിട്ടേൺ ട്രൂ ഇഫ് ബോത്ത് കണ്ടീഷൻസ് ആർ ട്രൂ. നമ്മളിവിടെ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ടാവണം. എ ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നോക്കാം. എയുടെ വാല്യൂ 15 ആണ്, ബിയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ട്രൂ വരിക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് എല്ലാം ഫോൾസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. ഓർ ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലും നമുക്ക് ട്രൂ വരും. അതർവൈസ് രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമായിരിക്കും ഫോൾസ് വരിക. പിന്നെ റിവേഴ്സ് ദ റിസൾട്ട്. നോട്ട് എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ചെയ്യും. ഇപ്പം നോട്ട് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് ഇപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക, ഫോൾസ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പൊ ഇവിടെ നോക്കാം. 15ഉം 10ഉം ആണ് നമുക്ക് വാല്യൂസ് ഉള്ളത്, എയും ബിയും. അപ്പൊ ആൻഡിന്റെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 5 ചെക്ക് ചെയ്യുമ്പോൾ ആണോ രണ്ട് കണ്ടീഷനും ട്രൂ ആണെന്ന് നമുക്ക് നോക്കാം. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്, അപ്പൊ എ ഗ്രേറ്റർ ദാൻ 5 ആണ്. ബിയുടെ വാല്യൂ 10 ആണ്, അതും 5നേക്കാളും വലുതാണ്. അതുകൊണ്ട് ട്രൂ ആണ് ഔട്ട്പുട്ട് കിട്ടിയത്.
ഓറിന്റെ കേസ് ആണെങ്കിലോ എ ഗ്രേറ്റർ ദാൻ 20 ഓർ ബി ഗ്രേറ്റർ ദാൻ 5. അപ്പൊ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 20-നേക്കാളും വലുതാണോ? ഫോൾസ് ആണ് അല്ലേ. അതുപോലെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5-നേക്കാളും വലുതാണോ? ആണ്. അപ്പൊ ഒരു കണ്ടീഷൻ ട്രൂ ആയി, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ട്രൂ കിട്ടി. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിലും നമുക്ക് ട്രൂ അല്ലേ കിട്ടുക. അത് കഴിഞ്ഞ് നോട്ട് എന്താണെന്ന് നോക്കാമേ. നോട്ട് എ ഗ്രേറ്റർ ദാൻ ബി. എ എന്ന് പറയുന്നത് ആക്ച്വലി 15 15 ഗ്രേറ്റർ ദാൻ 10 ആണല്ലോ അല്ലെ. കണ്ടീഷൻ ട്രൂ ആണ്. പക്ഷെ നമ്മൾ നോട്ട് കൊടുത്തുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുക. ഫോൾസ് ആണ് കിട്ടുന്നത്. അണ്ടർസ്റ്റുഡ്? അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് ഓപ്പറേറ്ററിലേക്ക് നമുക്ക് പോവാം. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു ചെക്ക് വെദർ എ വാല്യൂ എക്സിസ്റ്റ് ഇൻ എ സീക്വൻസ്. ഒരു സീക്വൻസിനുള്ളിൽ ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഇന്നും നോട്ടിനും ആണ് നമ്മൾ മെയിനായിട്ട് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്നിന്റെ കേസ് ആണെങ്കിൽ റിട്ടേൺ ട്രൂ ഇഫ് വാല്യൂ എക്സിസ്റ്റ്. ആ വാല്യൂ ഉണ്ടെങ്കിൽ ട്രൂവും ഫോൾസും ആയിരിക്കും ഇന്നും ഔട്ട്പുട്ട് വരിക. നോക്കാം. എ ഇൻ ആപ്പിൾ. ആപ്പിൾ എന്ന വേർഡിൽ എ ഉണ്ടോ? ഉണ്ടെങ്കിൽ ട്രൂ വരും, ഇല്ലെങ്കിൽ ഫോൾസ് വരും. നോട്ട് ഇൻ ആണെങ്കിലോ സെഡ് ഇൻ ആപ്പിൾ. ആപ്പിളിനകത്ത് എന്തായാലും സെഡ് ഇല്ല, പക്ഷെ നോട്ട് ഇൻ എന്ന് വന്ന കൊണ്ട് തന്നെ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? അപ്പൊ ട്രൂ ആണ്. നമ്മുടെ ആപ്പിളിനകത്ത് സെഡ് ഇല്ലല്ലോ, സോ അതുകൊണ്ട് ട്രൂ വരും. നമുക്ക് നോക്കാം എന്തായാലും ഔട്ട്പുട്ട്. ടെക്സ്റ്റ് ഈക്വൽ ടു പൈത്തൺ വൈ ഇൻ ടെക്സ്റ്റ്. വൈ ഇൻ ടെക്സ്റ്റ് നോക്കാം. വൈ എന്ന് പറയുന്നത് പൈത്തനകത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് ട്രൂ വന്നു. സെഡ് എന്ന് പറഞ്ഞ വേർഡ് പൈത്തനകത്ത് ഇല്ല, സോ അതുകൊണ്ട് ഫോൾസ് വന്നു. സെഡ് നോട്ട് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശരിയാണ്, അതുകൊണ്ട് ട്രൂ വന്നു. അണ്ടർസ്റ്റുഡ്? ആൻഡ് നെക്സ്റ്റ് ഗോ ടു ദ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്? ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു കമ്പയർ ദ മെമ്മറി ലൊക്കേഷൻസ് ഓഫ് ടു ഒബ്ജക്ട്സ്. അതായത് രണ്ട് ഒബ്ജക്ട്സിന്റെ മെമ്മറി ലൊക്കേഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഈസ് നോട്ടും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈസ് എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ റിട്ടേൺ ട്രൂ തരും, അല്ലെങ്കിൽ ഈസ് നോട്ട് ആണെങ്കിലും റിട്ടേൺ ട്രൂ ആണ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത്. എ ഈസ് ബി, അതായത് എ എന്ന് പറയുന്നത് ബി ആണോ, എ എന്ന് പറയുന്നത് ബി അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഇനി സി എന്ന് പറയുന്നത് 1 2 3. അപ്പോൾ എ ഈസ് ബി. അപ്പൊ ചെക്ക് ചെയ്യാണ് എ ഈസ് ബി ആണോ? ട്രൂ ആണ്. കാരണം എന്തുകൊണ്ടാ? എ എന്ന് പറയുന്നത് നമ്മൾ ബിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബിയുടെ വാല്യൂ ഇപ്പൊ എ തന്നെയാണ്. അതേപോലെ എ എന്ന് പറയുന്നത് സി ആണോ ചെക്ക് ചെയ്യാണ്. ആണോ? വാല്യൂസ് സിമിലർ ആണ്, പക്ഷേ ഇതിന്റെ മെമ്മറി അലോക്കേഷൻ ഡിഫറെന്റ് ആണ്. സി എന്ന് പറയുന്നത് വേറൊരു മെമ്മറി അലോക്കേഷനിലായിരിക്കും സേവ് ആകപ്പെടുക. സോ അതുകൊണ്ട് എ എന്ന് പറയുന്നത് സി അല്ല. അതുപോലെ എ ഈസ് നോട്ട് സി, അത് ട്രൂ ആണല്ലോ, അതുകൊണ്ട് ട്രൂ കിട്ടും. മറ്റേത് ഫോൾസുമാണ് കിട്ടുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ദ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡേറ്റ ടൈപ്സ് ആണ്. അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.